Hi dears, welcome to Crafts and Ideas for You. നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പെയിന്റുകൾ ഉപയോഗിക്കാറുണ്ടല്ലേ, ചെറിയ ചെറിയ ഫെവിക്രിലിന്റെ ഒക്കെ ഫാബ്രിക് പെയിന്റുകൾ. എന്നിട്ട് ആ ബോട്ടിൽസ് തീർന്നു കഴിയുമ്പോൾ കളയല്ലേ ചെയ്യുക, കളയണ്ട. സൂപ്പർ ഐഡിയ ഉണ്ട്. നമുക്ക് നല്ല ഷോ പീസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഷോ പീസുകൾ നല്ല സ്റ്റൈലായിട്ട് അലങ്കരിച്ച് വെക്കാൻ പറ്റുന്ന ആ ഷോ പീസുകൾ ഈ ഒരു ചെറിയ ചെറിയ ബോട്ടിൽസ് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ പെയിന്റിന്റെ മാത്രമല്ല കേട്ടോ, മരുന്ന് കുപ്പികളൊക്കെ നമുക്ക് ഒരേ വലുപ്പത്തിനുള്ളത് കിട്ടുകയാണെങ്കിൽ ചെറുത് ചെറുത് നല്ല രസമായിരിക്കും അത് ഷോ പീസുകളാക്കി വെക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഐഡിയ അതാണ്. നല്ല കുഞ്ഞു കുഞ്ഞു ഷോ പീസുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന്റെ 3-4 ഐഡിയാസ് ഞാൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഐഡിയ, നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന ഈ ബോട്ടിൽസ് ഇല്ലേ, ഈ ബോട്ടിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ബോട്ടിൽസ് അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ വൃത്തിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണുമല്ലോ. വൃത്തിയാക്കി എടുത്ത ബോട്ടിൽ നമുക്ക് എടുത്ത ശേഷം നമുക്കൊരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ് കൂടി എടുക്കാം. ഒരു എന്തിൻ്റെയെങ്കിലും നമ്മൾ വാങ്ങിയ പ്ലാസ്റ്റിക് കവറുകളില്ലേ, അതിൽ നിന്നൊരു ചെറിയ പീസ് വെട്ടിയെടുത്താൽ മതി. ഇത് ചെറിയ ബോട്ടിലായതുകൊണ്ട് ചെറിയ പീസ് എടുത്താൽ മതി. വലിയ ബോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ വലിയ പീസുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വലിയ ബോട്ടിലും പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഷീറ്റിലേക്ക് നമ്മുടെ ഇഷ്ടമുള്ള പെയിന്റുകൾ ഏതൊക്കെയാണോ അത് നമുക്ക് 1-2 തുള്ളി വീതം ഒഴിച്ചു കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ അകത്തേക്ക് ഒന്നൊന്ന് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കും ഓറഞ്ചും വൈറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പി നമുക്ക് പതിയെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ആ പ്ലാസ്റ്റിക് കവറോട് കൂടെ പതിയെ ഇങ്ങനെ ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഈ പെയിൻറ്റുകളെല്ലാം തന്നെ പറ്റി പിടിക്കുന്നത് കാണാം. ഇതാ കണ്ടില്ലേ, നമ്മൾ എത്ര പെയിൻറ്റ് ചെയ്താലും ഇത്രയും നാച്ചുറലായിട്ട് കിട്ടില്ല. എന്ത് ഭംഗിയായെന്ന് നോക്ക്. ഇതുപോലെ ഞാനൊരു 3 ബോട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റുകളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഗ്രീനോ യെല്ലോയോ അതെല്ലാം കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സായി കഴിയുമ്പോൾ വേറൊരു കളറാവും. അപ്പോൾ ഇതേ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ബോട്ടിൽസ് ഇതേ സ്റ്റൈലിൽ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഈ ബോട്ടിലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റുകൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ എടുത്ത പെയിൻറ്റുകളുടെ കോൺട്രാസ്റ്റിംഗ് ഉള്ള കളേഴ്സ് വേണം നമ്മൾ ടോപ്പ് പോർഷനിലും, അതായത് അതിൻ്റെ അടപ്പിൻ്റെ പോർഷനിൽ അടിച്ചു കൊടുക്കാനായിട്ട്. അത് നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനുള്ള പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനപ്പോൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് ഷെയ്ഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രീൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും ഓറഞ്ചും ഉള്ള ഷെയ്ഡിന് ബ്ലാക്കാണ് അതിൻ്റെ ക്യാപ്പിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഐഡിയ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോകാം. നല്ല വൃത്തിയാക്കിയ ബോട്ടിൽ നമുക്ക് എടുക്കാം ഒരെണ്ണം കൂടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പശ തേച്ച് കൊടുക്കാം. പശ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ. സീക്വൻസുകളില്ലേ, അതിൻ്റെ ഗ്ലാസ് സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സീക്വൻസ് എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ വലിയ ബോട്ടിൽ ചെയ്ത് ഒരെണ്ണം നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലാവും. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ സീക്വൻസുകളെല്ലാം തന്നെ നമുക്ക് കമത്തിയിടാം. അപ്പോൾ അതിൻ്റെ ആ പോർഷൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സീക്വൻസുകളെല്ലാം കമത്തിയിട്ടതിന് ശേഷം നമുക്ക് പശയുള്ള ഈ ബോട്ടിൽ ഭാഗം ഇതിലേക്ക് ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സീക്വൻസുകളെല്ലാം തന്നെ ബോട്ടിലിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും പോർഷനിൽ ഇല്ലാത്തതുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ അടപ്പിലും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ സീക്വൻസുകൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. സീക്വൻസിൻ്റെ ബോട്ടിൽ അപ്പോൾ സീക്വൻസ് നമ്മൾ മുകളിലും അതിൻ്റെ സൈഡിലും എല്ലാം തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫെവിക്കോൾ കൊണ്ട് പതിയെ ഒട്ടിച്ചെടുത്താൽ മതി അതിൻ്റെ സൈഡിലും എല്ലാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലും സീക്വൻസ് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ മരുന്ന് കുപ്പിയാണ് കേട്ടോ. മരുന്ന് കുപ്പിയുടെ ചെറിയ ബോട്ടിലില്ലേ, ആ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് മുട്ടയുടെ തോടില്ലേ, മുട്ടയുടെ തോട് നമുക്ക് ചെറുതായിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ആ മുട്ടയുടെ തോട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ ചെറിയ ബോട്ടിലിൽ ആദ്യം തന്നെ പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം
ഈ മുട്ട ചെറുതായിട്ട് നല്ലപോലെ ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ചെറിയ ബോട്ടിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം നല്ലതുപോലെ പറ്റിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ബോട്ടിൽ നമുക്ക് മുകൾ ഭാഗം വരെ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ പശ തേച്ചതിന് ശേഷം ഇത് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ബ്ലൂ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യും. ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽസൊക്കെ ആകുമ്പോൾ നല്ല അട്രാക്ഷൻ കിട്ടാനായിട്ട് ലൈറ്റ് കളേഴ്സിനേക്കാളും നല്ലത് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സാണ്. ഇനി ഈ ബ്ലൂ പെയിൻ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വേറൊരു ചെറിയൊരു പെയിൻറ്റും കൂടെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലൂ കളർ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിലേക്ക് ചെറുതായിട്ട് വൈറ്റ് കളർ ഒന്ന് പതിയെ പതിയെ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുക്കാം. ഒത്തിരി തൂക്കണ്ട. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആ ബ്ലൂ കളറിൻ്റെ മുകളിൽ വൈറ്റ് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അതൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ കുറച്ച് വൈറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പോൾ റെഡ് കളർ വേണമെങ്കിൽ ആ ക്യാപ്പ് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഈ വൈറ്റ് കളർ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ഐഡിയ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഐഡിയയിലേക്ക് നോക്കാം. നാലാമത്തെ ഐഡിയ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഗം, ഞാനിവിടെ ഫെവിക്കോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെവിക്കോൾ നമുക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഗിൽറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഗിൽറ്റ് പൗഡർ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കുപ്പി പതിയെ ഈ പശ തേച്ച് കൊടുത്ത കുപ്പി അതിലൂടെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഗിൽറ്റ് എല്ലാം തന്നെ ഈ ബോട്ടിലിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഗിൽറ്റ് എല്ലാം ഇതിൻ്റെ ആ ഒരു ഹാഫ് പോർഷനിൽ നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പേൾസ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പേൾസ് വെച്ച് കൊടുക്കുന്നില്ല. അതിന് പകരം കുറച്ചും കൂടെ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു പേൾ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലൂവിഷ് കളറായിട്ടുള്ള ഒരു പേൾ കളറാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ക്യാപ്പിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഐഡിയ കഴിഞ്ഞു. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഐഡിയയിലേക്ക് പോകാം. അഞ്ചാമത്തെ ഐഡിയ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചെറിയ ബോട്ടിലെടുത്ത് നമ്മൾ ആദ്യം തന്നെ മുട്ടയുടെ തോടെടുത്തല്ലോ, അതുപോലെ തന്നെ ഒരു മുട്ടത്തോട് ചെറുതായിട്ട് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പതിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ചെറിയ ബോട്ടിലിൽ ആദ്യം തന്നെ നമുക്ക് ഗം തേച്ച് കൊടുക്കാം. ഗം തേച്ചതിന് ശേഷം മുട്ടത്തോടിൻ്റെ ചെറിയ പോർഷൻ നമുക്കെടുത്ത് അതിലേക്ക് ഓരോ ചെറിയ പീസുകൾ നമ്മൾ ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ മുട്ടയുടെ തോട് പതിയെ ഒന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ പൊട്ടിക്കിട്ടുന്നത് പതിയെ ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി. അപ്പോൾ മുട്ടയുടെ തോടുകൾ ഓരോന്ന് ഗ്യാപ്പ് ഇട്ട് നമുക്ക് പതിയെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഈ ബോട്ടിൽ നമുക്ക് ഉണക്കാനായിട്ട് വയ്ക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിലേക്ക് ഒറ്റ പെയിൻറ്റ് ആദ്യം തന്നെ ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. അതിനുശേഷം വേറെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളർ നമുക്ക് ഫുൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓറഞ്ച് പെയിൻറ്റ് ഫുൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ മുട്ടത്തോടിൻ്റെ പോർഷൻ കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉണങ്ങിയതിന് ശേഷം അടുത്ത പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഓറഞ്ചിന് കുറച്ചും കൂടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. ഓറഞ്ചും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഈ ബോട്ടിലിൽ ഞാൻ ഈ മുട്ടയുടെ പോർഷൻ, അതായത് മുട്ടയുടെ ഷെല്ലിൻ്റെ പോർഷൻ തെളിഞ്ഞു നിൽക്കുന്നിടത്ത് മാത്രം ബ്ലാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നോക്കൂ, നമ്മുടെ ബ്ലാക്ക് നല്ലതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ. ആ ഓറഞ്ചിൽ ബ്ലാക്ക് വന്നപ്പോൾ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. റെഡ് ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ, ഓറഞ്ച് റെഡ് യെല്ലോ, ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഇത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇതിൻ്റെ മുകളിലെ പോർഷൻ നമ്മൾ ടോപ്പ് പോർഷൻ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമുക്ക് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. ഏതാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ആ ഹൈലൈറ്റ് ചെയ്യുന്ന കളറാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ അടിച്ചു കൊടുക്കേണ്ടത്. ഫുള്ള് പെയിൻറ്റ് ചെയ്ത ബോട്ടിലിന് നമ്മൾ കുറച്ച് വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ നല്ല തിളക്കത്തോടു കൂടി കുറേ കാലം ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പതിയെ തട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റ് ഇളകി പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വാർണിഷും കൂടെ ഇതിൽ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിരിക്കും.
എല്ലാ ചെറിയ ബോട്ടിൽസ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ അലങ്കരിച്ച് വെച്ച് നോക്കാം. അപ്പോൾ ചെറിയ മരുന്ന് കുപ്പികളും പെയിൻറ്റിൻ്റെ കുപ്പികളും കളയണ്ടെന്ന് മനസ്സിലായില്ലേ? നല്ല സൂപ്പറായിട്ടുള്ള ഇതുപോലെ ഷോ പീസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മളുടെ ഇഷ്ടമുള്ള കളേഴ്സിൽ. ഇനി ഈ ചെറിയ ചെറിയ ബോട്ടിൽസ് നമുക്ക് ഷോക്കേസിൽ വെക്കാം, നല്ല ഷോ ഐറ്റം ആയിട്ട് വെക്കാം, വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പെയിൻറ്റ് ചെയ്തെടുത്ത്, അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഉരുട്ടിയെടുത്ത കുപ്പികളാണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൽ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ വലിയ വലിയ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് കുറച്ചും കൂടെ നല്ല നല്ല സ്റ്റൈലുകളിൽ നിങ്ങൾക്കും ചെയ്യാട്ടോ. നിങ്ങളുടെ ഭാവനയിൽ ഉള്ള കുറേ സ്റ്റൈലുകളിലേക്കും ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ എന്റെ ഭാവനയിൽ കുറച്ച് സ്റ്റൈലുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, കമന്റ് ചെയ്യാനും മറക്കണ്ട, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.